എന്താണ് വന്ധ്യത എന്ന് നമുക്ക് നോക്കാം. വന്ധ്യത എന്നാൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഒരു രോഗമാണ്. ദമ്പതികൾ ഒരു വർഷക്കാലം അഥവാ 12 മാസമോ അതിൽ കൂടുതലോ ഒരുമിച്ച് താമസിക്കുകയും മറ്റു ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ അവർക്ക് കുട്ടികളാവാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത ആയി കണക്കാക്കപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള 6 ഒരാൾക്ക് അവരുടെ ജീവിതകാലത്ത് വന്ധ്യത അനുഭവിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, പുരുഷന്മാരിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. രണ്ടാമത്, സ്ത്രീകളിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ കാരണങ്ങൾ. ആദ്യമായിട്ട് പുരുഷന്മാരിൽ കാണപ്പെടുന്ന വന്ധ്യതയുടെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത്, പുരുഷന്മാരിൽ തീരെ ബീജം കാണാത്ത അവസ്ഥ അസൂസ്പെർമിയ എന്നറിയപ്പെടും. രണ്ടാമത്, പുരുഷന്മാരിൽ തന്നെ ബീജം കുറവുള്ള അവസ്ഥ, അതിനെ ഒലിഗോസ്പെർമിയ എന്നാണ് അറിയപ്പെടാറ്. കൂടാതെ മൂന്നാമത് വരുന്നത്, ബീജത്തിന്റെ ചലനശേഷി കുറവ് ഉള്ള ബീജങ്ങൾ ഗർഭധാരണത്തിന് തടസ്സം നിൽക്കാറുണ്ട്. നാലാമത്, ഈ ബീജം അതല്ലെങ്കിൽ ശുക്ലം പുറന്തള്ളപ്പെടുന്നതിന് തടസ്സം രൂപപ്പെടുക, ശുക്ലം പുറന്തള്ളപ്പെടുന്ന ട്യൂബിന് ബ്ലോക്ക് പോലുള്ള അവസ്ഥയാണ് അതിൻ്റെ കാരണങ്ങൾ. അഞ്ചാമത്, ലൈംഗികമായി പുരുഷൻ ബന്ധപ്പെടുന്ന സമയത്ത് അവൻക്ക് അനുഭവപ്പെടുന്ന ഉദ്ധാരണശേഷി കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം എന്നിവയാണ് പുരുഷന്മാരിൽ വന്ധ്യതയുടെ പ്രധാനമായി കാണപ്പെടുന്ന കാരണങ്ങൾ.